വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഗ്രൈൻഡിങ് വീൽസ് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് അതിൽ കുറച്ച് ഡിഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഡിഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രൈൻഡിങ് വീൽസ് ബിക്കം ഇനഫിഷ്യൻറ്റ് ഡ്യൂ ടു ടു മെയിൻ കോസസ് നോൺ ആസ് ലോഡിങ് ആൻഡ് ഗ്ലേസിങ്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് വീൽ ഇനഫിഷ്യൻ്റ് ആകാനായിട്ടുള്ള രണ്ട് മെയിൻ കോസസ് എന്ന് പറയുന്നത് ലോഡിങ്ങും ഗ്ലേസിങ്ങും ആണ്. അതിൽ ലോഡിങ് ഇത് പരസ്പരം മിക്കവർക്കും തിരിഞ്ഞു പോകാറുണ്ട്, ലോഡിങ്ങും ഗ്ലേസിങ്ങും ഓപ്ഷൻ കാണുമ്പോൾ. അപ്പോൾ ഈ ലോഡിങ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതായത് സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അലൂമിനിയം, കോപ്പർ, ലെഡ് ഇവയൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഈ വീലിൻ്റെ പോർസിൽ ക്ലോഗ് ചെയ്യുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ലോഡിങ്. അതായത് ഇവിടെ ഗ്രൈൻഡിങ് വീലുണ്ട്, ഓക്കെ, ഇതിൻ്റെ ഈ ഗ്യാപ്പുകൾക്കിടയിൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഇവിടെ അടിഞ്ഞു ചേരും. അപ്പോൾ ഇവിടെ കട്ടിങ് ആക്ഷൻ അങ്ങനെ നടക്കാതെ വരും. അതിന് പറയുന്ന പേരാണ് ലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോഡിങ് ഉണ്ടാകാനുള്ള കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യാൻ നേരത്താണ് ഇത് ഉണ്ടാകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് ഇതാണ്. ടു ഹാർഡായിട്ടുള്ളൊരു വീലാണ് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയലിന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ ലോഡിങ് ഉണ്ടാകും. അപ്പോൾ ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കുക, ടു ഹാർഡായിട്ടുള്ള വീല്. ഓക്കെ, ആ പർട്ടിക്കുലർ ജോബിന് അത്രയും ഹാർഡ്നെസ് ഉള്ള വീൽ നമുക്ക് ആവശ്യമില്ല, എന്നിട്ട് നമ്മൾ അത്രയും ഹാർഡറായിട്ടുള്ളൊരു വീലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ലോഡിങ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്ലേസിങ് ആണ്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഗ്ലേസിങ്. ഒരു ഷൈനിങ് അപ്പിയറൻസ്, സ്മൂത്ത് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ് ഈ വീലിൽ ഡെവലപ്പ് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ഗ്ലേസിങ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ആ വീല് ഒരു അബ്രസീവ് ഗ്രെയിനാണ് വീൽസിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ അബ്രസീവ് ഗ്രെയിൻസ് ബ്ലെൻഡ് ആയിട്ട് അവിടെ കട്ടിങ് ആക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അതുമൂലമാണ് ഗ്ലേസിങ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത്. വെൻ എ സർഫസ് ഓഫ് ദ വീൽ ഡെവലപ്സ് എ സ്മൂത്ത് ആൻഡ് ഷൈനിങ് അപ്പിയറൻസ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഗ്ലേസ്ഡ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ വീൽ ഈസ് ബ്ലെൻഡ്, ദ അബ്രസീവ് ഗ്രെയിൻസ് ആർ നോട്ട് ഷാർപ്പ്. അപ്പോൾ ഈ അബ്രസീവ് ഗ്രെയിൻസ് എന്ന് പറയുന്നത് നോട്ട് ഷാർപ്പ്, ഈ ഷൈനിങ് അപ്പിയറൻസ്, ഇതാണ് കീവേഡ്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഈ ഗ്ലേസിങ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞ ഈ വീലെന്ന് പറയുന്നത് ടു ഹാർഡാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ടു ഹൈ ആകുമ്പോൾ എന്തിനെ അപേക്ഷിച്ച് ഇൻ റിലേഷൻ വിത്ത് വർക്ക് സ്പീഡിനെ അപേക്ഷിച്ച് നമ്മൾ വീലിന് കൊടുക്കുന്ന സ്പീഡ് ഹൈ ആകുന്ന കണ്ടീഷനിലും ഇതുപോലെ ഗ്ലേസിങ് ഉണ്ടാകാം. When such grinding wheels are used, there is a tendency to exert extra pressure in order to make the wheels cut. അപ്പം ഈ ഗ്ലേസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീലിൽ എക്സ്ട്രാ പ്രഷർ എക്സേർട്ട് ചെയ്യും, എങ്കിൽ മാത്രമേ അവിടെ കട്ടിങ് നടക്കത്തുള്ളൂ. ഇങ്ങനെ എക്സസീവ് പ്രഷർ ആ ഗ്രൈൻഡിങ് വീലിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ വീലിന് ഫ്രാക്ചർ ഉണ്ടാകാനായിട്ട് കാരണമാകും. പിന്നെ എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദ വീല് ആ ബോണ്ടിങ്ങിനെ വീക്കൻ ചെയ്യും. അതുപോലെ തന്നെ ആ വീല് ബേസ്റ്റ് ഔട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഗ്ലേസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എക്സസീവ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഫലമായിട്ട് ആ വീല് ഫ്രാക്ചർ വരാനും എക്സസീവ് ഹീറ്റ് ആ വീലുണ്ടാവാനും ആ ബോണ്ടിനെ അതുമൂലം വീക്കൻ ചെയ്യിക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സിങ് ആണ്. ദ പർപ്പസ് ഓഫ് ഡ്രസ്സിങ് ഈസ് ടു റീസ്റ്റോർ ദ കറക്റ്റ് കട്ടിങ് ആക്ഷൻ ഓഫ് ദ വീൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ ഈ വീൽ യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് അതിൻ്റെ കട്ടിങ് ആക്ഷനൊക്കെ പോകും. അപ്പോൾ അത് ഡ്രസ്സ് ചെയ്യുന്ന പർപ്പസ് ഓഫ് ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിങ് ആക്ഷൻ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നത്. ഡ്രസ്സിങ് റിമൂവ്സ് ദ ക്ലോഗ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ വീൽ. അപ്പോൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, അതായത് ലോഡിങ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഡ്രസ്സിങ് മൂലം ഒഴിവാക്കാം. ആൻഡ് ദ ബ്ലെൻഡ് ഗ്രെയിൻസ് ഓഫ് ദ അബ്രസീവ്, ഗ്ലേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ബ്ലെൻഡ് ഗ്രെയിൻസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എക്സ്പോസിങ് ദ ന്യൂ ഷാർപ്പ് അബ്രസീവ് ഗ്രെയിൻസ് ഓഫ് ദ വീൽ വിച്ച് ക്യാൻ ബി കട്ട് ആൻഡ് ബ്രോട്ട് ടു ഷേപ്പ് എഫിഷ്യൻ്റ്ലി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ട്രൂയിങ്ങിനെ കുറിച്ചാണ്. ട്രൂയിങ് റെഫേഴ്സ് ടു ദ ഷേപ്പിംഗ് ഓഫ് വീൽ ടു മേക്ക് ഇറ്റ് റൺ കോൺസെൻട്രിക് വിത്ത് ആക്സിസ്. അപ്പോൾ ആ ആക്സിസിന് കോൺസെൻട്രിക് ആയിട്ട് ആ വീലിനെ ഷേപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രൂയിങ്. വെൻ എ ന്യൂ ഗ്രൈൻഡിങ് വീൽ ഇസ് മൗണ്ടഡ് ഇറ്റ് മസ്റ്റ് ബി ട്രൂഡ് ബിഫോർ യൂസ്. അപ്പോൾ നമ്മളൊരു പുതിയ ഗ്രൈൻഡിങ് വീല് അതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ട്രൂയിങ് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വേവി ആയിട്ടുള്ള സർഫസ് ആയിരിക്കും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നത്. ദ കട്ടിംഗ് സർഫസ് ഓഫ് എ ന്യൂ വീൽ മേ റൺ ഔട്ട് സ്ലൈറ്റ്ലി ഡ്യൂ ടു ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ബോർ ആൻഡ് ദ മെഷീൻ സ്പിൻഡിൽ. അപ്പോൾ ഈ ബോറിൻ്റെയും മെഷീൻ സ്പിൻഡിലിൻ്റെ ഇടയ്ക്കുള്ള ഈ ക്ലിയറൻസിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ന്യൂ വീലിന് ഒരു റൺ ഔട്ട് ഉണ്ടാവും അത് പിടിപ്പിക്കുന്ന ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡിങ് വീലാണെങ്കിലും വിച്ച് ആർ ഇൻ യൂസ്
ഓൾസോ ക്യാൻ റൺ ഔട്ട് ഓഫ് ട്രൂ ഡ്യൂ ടു അൺഈവൻ ലോഡിംഗ് വയൽ ഗ്രൈൻഡിങ്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അൺഈവൻ ലോഡിങ്ങിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡിങ് വീലിൽ റൺ ഔട്ട് ഉണ്ടാകുന്നത്. മറ്റേന്ന് പറയുന്നത് ബോറിൻ്റെയും മെഷീൻ സ്പിൻഡിലിൻ്റെയും ഇടയ്ക്കുള്ള ക്ലിയറൻസിൻ്റെ ഫലമായിട്ടാണ് റൺ ഔട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് ഡ്രോയിങ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഡ്രസ്സിങ് ആൻഡ് ഡ്രോയിങ് ആർ ഡൺ അറ്റ് ദ സെയിം ടൈം. ഈ ഡ്രസ്സിങ്ങും ഡ്രോയിങ്ങും ചെയ്യുന്നത് ഒരേ ടൈമിലായിരിക്കും. പിന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് അബ്രസീവ്സിൻ്റെ ഫ്രയബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരു ഗുഡ് അബ്രസീവ്സിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൈൻഡിങ് വീലിൻ്റെ പ്രോപ്പർട്ടി അല്ല, അബ്രസീവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു അബ്രസീവ്സ് എന്ന് പറയുന്നത് ഹാർഡർ ആയിരിക്കണം. എന്ത്? നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെ കാട്ടി ഹാർഡർ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ്, ഹാർഡർ. ആ മെറ്റീരിയലിനെ കാട്ടി ഹാർഡർ ആയിരിക്കണം നമ്മുടെ അബ്രസീവ് എന്ന് പറയുന്നത്. പിന്നെ ഈ അബ്രസീവ്സിന് ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഹൈ കട്ടിങ് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഗ്രൈൻഡിങ് ചെയ്യുന്ന ടൈമിൽ അവിടെ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഫ്രയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ ഗ്രെയിൻസ് ടു മൈക്രോ ഫ്രാക്ചർ ആൻഡ് എക്സ്പോസ് ന്യൂ ഷാർപ്പ് എഡ്ജസ് ഈസ് ടേംഡ് ആസ് ഫ്രയബിലിറ്റി. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിങ് ചെയ്തതിന് ശേഷം ഈ ബ്ലെൻഡ് ഗ്രെയിൻസ് ഉണ്ടാകും. ഓക്കെ, ആ ബ്ലെൻഡ് ഗ്രെയിൻസ് അവിടെ നിന്ന് റിമൂവ് ആക്കി പുതിയ ഗ്രെയിൻസ്, പുതിയ ഷാർപ്പ് എഡ്ജസ് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജസ് ഫോം ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഫ്രയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് നിമിയിലുള്ളതല്ല, എങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. മൈക്രോ ഫ്രാക്ചർ, ആ ഗ്രെയിൻസിനെ മൈക്രോ ഫ്രാക്ചർ ചെയ്യുക, എന്നിട്ട് ന്യൂ ഷാർപ്പ് ഗ്രെയിൻസ് ഫോം ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ഫ്രയബിലിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻ കേസ് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു മാർക്ക് കിട്ടാനായിട്ട് ഉപകരിക്കും. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഗ്രൈൻഡിങ് വീൽ ഡ്രസ്സേഴ്സ്. ഈ വീൽ ഡ്രസ്സേഴ്സ് യൂസ്ഡ് ഫോർ ഓഫ് ഹാൻഡ് ഗ്രൈൻഡേഴ്സ് ആർ സ്റ്റാർ വീൽ ഡ്രസ്സർ. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹണ്ടിങ്ടൺ ടൈപ്പ് വീൽ ഡ്രസ്സർ. പിന്നെ ഡയമണ്ട് ഡ്രസ്സർ. ഇപ്പോൾ സ്റ്റാർ വീൽ ഡ്രസ്സറുണ്ട്, ഡയമണ്ട് പോയിന്റ് ഡ്രസ്സറുണ്ട്. ഇത് കൂടാതെ അബ്രസീവ് സ്റ്റിക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അബ്രസീവ് സ്റ്റിക്ക് അത് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വീല് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്റ്റാർ വീൽ ഡ്രസ്സർ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹാർഡ് ആൻഡ് സ്റ്റാർ ഷേപ്ഡ് വീൽസ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം സ്റ്റാർ ഷേപ്ഡ് വീൽസ് മൗണ്ട് ചെയ്തിരിക്കുന്ന കാണാം ആ സ്പിൻഡിൽ, ആൻഡ് അറ്റ് വൺ എൻഡ് ആൻഡ് എ ഹാൻഡിൽ അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റാർ വീൽസ് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റാർ ഷേപ്ഡ് വീൽസ് ഇവിടെ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ഹാൻഡിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. വൈൽ ഡ്രസ്സിങ് ദ സ്റ്റാർ വീൽ ഈസ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ദ ഫേസ് ഓഫ് ദ റിവോൾവിംഗ് ഗ്രൈൻഡിങ് വീൽ. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഗ്രൈൻഡിങ് വീലാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഫേസിലായിരിക്കും നമ്മളിത് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ദ സ്റ്റാർ വീൽ റിവോൾവ്സ് ആൻഡ് ഡിഗ്സ് ഇൻ ദ സർഫസ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ. ഈ സ്റ്റാർ വീൽ എന്ന് പറയുന്നത് അത് റിവോൾവ് ചെയ്യുകയും ആ ഗ്രൈൻഡിങ് വീലിൻ്റെ സർഫസിലേക്ക് തുളഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്, ഡിഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് റിലീസസ് ദ വീൽ ലോഡിങ് ആൻഡ് ഡൾ ഗ്രൈൻസ്. ഇതെന്ന് പറയുന്നത് ആ ലോഡിങ് സംഭവിച്ച വീൽസിനെ റിലീസ് ചെയ്യുകയും ഡൾ ഗ്രൈൻസിനെയും ലോഡിങ്ങിനെയും റിലീസ് ചെയ്തിട്ട് അവിടെ പുതിയ ഷാർപ്പ് എഡ്ജസ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർ വീൽസ് ആർ യൂസ്ഫുൾ ഫോർ പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് ഇൻ വിച്ച് പ്രിസിഷൻ ഫിനിഷ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ പ്രിസിഷൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ. സ്റ്റാർ വീൽ ഡ്രസ്സേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഓൺ വീൽസ് വിച്ച് ആർ ലാർജ് ഇനഫ് ടു ടേക്ക് ദ ലോഡ്. അപ്പോൾ ആ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് ലാർജ് പ്രഷർ അല്ലെങ്കിൽ ലോഡ് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ സ്റ്റാർ വീൽ ഡ്രസ്സേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് ഡ്രസ്സേഴ്സ് ആണ്. ബെഞ്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് കട്ടിംഗ് ടൂൾസ് ആർ യൂഷ്വലി ഫിറ്റഡ് വിത്ത് സ്മോളർ ആൻഡ് റാദർ ഡെലിക്കേറ്റ് വീൽസ്. ഇപ്പോൾ ഈ ഓഫ് ഹാൻഡ് ഗ്രൈൻഡേഴ്സിൽ ഷാർപ്പൻ ചെയ്യാനായിട്ട് സ്മോളർ ആൻഡ് റാദർ ഡെലിക്കേറ്റ് വീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദീസ് വീൽസ് ആർ ഡ്രസ്ഡ് ആൻഡ് ട്രൂഡ് വിത്ത് ഡയമണ്ട് ഡ്രസ്സസ്. അപ്പം അത്തരം വീൽസൊക്കെ ഡ്രസ്സ് ചെയ്യാനും ട്രൂ ചെയ്യാനായിട്ട് ഡയമണ്ട് ഡ്രസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
Diamond dressers consist of a small diamond mounted on a holder which can be held rigidly on the work rest. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ വർക്ക് റെസ്റ്റിലായിരിക്കും ഈ ഡയമണ്ട് ഡ്രസ്സർ നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ വീലിലേക്ക് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ ഡ്രസ്സിങ് ആൻഡ് ട്രൂയിങ് ഡ്രസ്സർ ഈസ് സ്ലോലി ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ വീൽ ഫേസ് ആൻഡ് മൂവ്ഡ് അക്രോസ്. അപ്പോൾ ഡ്രസ്സ് ചെയ്യാനും ട്രൂ ചെയ്യാനുമായിട്ട് ആ ഡ്രസ്സർ എന്ന് പറയുന്നത് നമ്മൾ പയ്യെ ആയിരിക്കും ആ കോണ്ടാക്ട് വീൽ ഫേസിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഫിനിഷ് ഒബ്റ്റൈൻഡ് ഡിപ്പെൻസ് ഓൺ ദ റൈറ്റ് അറ്റ് വിച്ച് ദ ഡ്രസ്സർ ഈസ് മൂവ്ഡ് അക്രോസ് ദ ഫേസ്. അപ്പോൾ ആ ഫിനിഷ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൈറ്റിലാണ് നമ്മൾ ആ ഫേസിലേക്ക് ഡ്രസ്സർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഫോർ റഫായിട്ടുള്ളൊരു ഡ്രസ്സിങ് ആണ് വേണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഫൈൻ ഫിനിഷിനാണെങ്കിൽ വളരെ സാവധാനമായിരിക്കും, മൂവ് സ്ലോലി. ഓക്കെ, റഫിംഗ് വിൽ ബി എഫിഷ്യൻറ്റ് വിത്ത് എ ഡ്രസ്സർ ദാറ്റ് ഹാസ് എ ഷാർപ്പ് പോയിന്റ്, വൈൽ ഫോർ ഫൈൻ ഫിനിഷിംഗ് എ ബ്ലെൻഡ് ഡയമണ്ട് ഡ്രസ്സർ ഈസ് മോർ സ്യൂട്ടബിൾ. അപ്പോൾ റഫിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാർപ്പ് പോയിന്റ് ആയിട്ടുള്ള ഡ്രസ്സറും ഫൈൻ ഫിനിഷിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡ് ഡയമണ്ട് ഡ്രസ്സറാണെന്നും ഓർത്തിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു അബ്രസീവ് സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. വെൻ ഓൺലി എ ലൈറ്റ് ഡ്രസ്സിംഗ് ഈസ് റിക്വയർഡ് അബ്രസീവ് സ്റ്റിക്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ഇപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അബ്രസീവ് സ്റ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ദർ ആർ അബ്രസീവ് മെറ്റീരിയൽസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിക്സ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഹാൻഡ്ലിംഗ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സ്റ്റിക്കായിട്ടായിരിക്കും നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കൺവീനിയൻസിന് വേണ്ടി. ഡയമണ്ട് ഡ്രസ്സേഴ്സ് ഇഫ് മൂവ്ഡ് ടു സ്ലോലി ക്യാൻ ഗ്ലേസ് ദ വീൽ. അപ്പോൾ ഡയമണ്ട് ഡ്രസ്സേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സാവധാനത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് വീലിനെ ഗ്ലേസ് ചെയ്യിക്കുമെന്നും കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് വിത്ത് ബെഞ്ച് ആൻഡ് പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സിനെ കുറിച്ചാണ്. അപ്പം ഗ്രൈൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞ സിലബസിലുള്ളതാണ്. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് റിക്വയർ ഗ്രേറ്റർ ആക്യുറസി ഇൻ സൈസ് ഓർ ഷേപ്പ്. ഇപ്പോൾ ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അവിടെ ആക്യുറസി മാറ്റർ അല്ല. ഓക്കെ, അവിടെ ആ മെറ്റീരിയൽ മാത്രം റിമൂവ് ചെയ്ത് വെച്ചാൽ മതി. റിമൂവിങ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് റിക്വയർ ഗ്രേറ്റ് ആക്യുറസി ഇൻ സൈസ് ഓർ ഷേപ്പ്. ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ പ്രസിംഗ് ദ വർക്ക് പീസ് ബൈ ഹാൻഡ് അഗെയിൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ. അപ്പോൾ നമ്മളൊരു കൈ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ വർക്ക് പീസിനെ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീലിലേക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ വർക്ക് നടത്തുന്നത്. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് ഈസ് പെർഫോംഡ് ഫോർ റഫ് ഗ്രൈൻഡിങ് ഓഫ് ജോബ്സ് ആൻഡ് റീഷാർപ്പനിങ് ഓഫ് സ്ക്രൈബേഴ്സ്, പഞ്ചസ്, ചിസൽസ്, ടിസ്റ്റ് ഡ്രിൽസ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എക്സെട്ര. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം. സ്ക്രൈബേഴ്സ്, പഞ്ചസ്, ചിസൽസ്, ടിസ്റ്റ് ഡ്രിൽസ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് ഇവിടെയൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റഫ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഓഫ് ഹാൻഡ് ഗ്രൈൻഡർ ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ ഓഫ് ഹാൻഡ് ഗ്രൈൻഡേഴ്സ് ബെഞ്ചിലും ഫ്ലോറിലുമായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ബെഞ്ചിൽ ഫിറ്റ് ചെയ്യുന്നതിന് അതിനെ ബെഞ്ച് ഓഫ് ഹാൻഡ് ഗ്രൈൻഡർ എന്നും ഫ്ലോറിൽ ഫിറ്റ് ചെയ്യുന്നതിനെ പെഡസ്റ്റൽ എന്നും പറയും. ഓക്കെ, ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്ന ബെഞ്ച് ഗ്രൈൻഡറും അടുത്ത ഫിഗറിൽ കാണിച്ചത് പെഡസ്റ്റൽ ഗ്രൈൻഡറുമാണ്. ബെഞ്ച് ഗ്രൈൻഡേഴ്സ്. Okay, bench grinders are fitted on a bench or table, are useful for light duty work. അപ്പോൾ ലൈറ്റ് ഡ്യൂട്ടി വർക്കിനായിട്ടാണ് ഈ ബെഞ്ച് ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് ആണ്. അതെന്ന് പറയുന്നത് അതിൻ്റെ ബേസ് പെഡസ്റ്റൽ ഫ്ലോറിലായിരിക്കും, വിച്ച് ഇസ് ഫാസ്റ്റൻ ടു ദ ഫ്ലോർ. ദേ ആർ യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി വർക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. പെഡസ്റ്റൽ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി വർക്കിനും ബെഞ്ച് ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ഡ്യൂട്ടി വർക്കിനും. ഈ 2 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദീസ് ഗ്രൈൻഡേഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ ആൻഡ് ദ സ്പിൻഡിൽ ഫോർ മൗണ്ടിങ് ദ ഗ്രൈൻഡിങ് വീൽസ്. അപ്പോൾ ഈ ഗ്രൈൻഡേഴ്സിന് മെയിൻലി അതിന് റൊട്ടേറ്റ് ചെയ്യണമല്ലോ, അതിനൊരു ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിൻഡിൽ ആ ഗ്രൈൻഡിങ് വീല് മൗണ്ട് ചെയ്യാനായിട്ട്. ഓൺ വൺ എൻഡ് ഓഫ് ദ സ്പിൻഡിൽ എ കോഴ്സ് ഗ്രൈൻഡ് വീൽ ഈസ് ഫിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ വൺ എൻഡിൽ ഒരു കോഴ്സ് ഗ്രൈൻഡ് വീല് ഫിറ്റ് ചെയ്തിരിക്കും. അതർ എൻഡ് എന്ന് പറയുന്ന ഫൈൻ ഗ്രൈൻഡ് വീലായിരിക്കും ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കോഴ്സ് വീലും ഒരു സൈഡിൽ ഫൈൻ വീലുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓർക്കുക. ഫോർ സേഫ്റ്റി വൈൽ വർക്കിംഗ് വീൽ ഗാർഡ്സ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ സേഫ്റ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് വീൽ ഗാർഡ്സ് ആണ്. ഈ കാണുന്നതാണ് വീൽ ഗാർഡ്സ് എന്ന് പറയുന്നത്. എ കൂളൻ്റ് കണ്ടെയ്നർ ഈസ് പ്രൊവൈഡ് ഫോർ ഫ്രീക്വൻറ്റ് കൂളിംഗ് ഓഫ് ദ വർക്ക്. അതുപോലെ തന്നെ ഒരു കൂളൻ്റ് കണ്ടെയ്നറും കാണും, ഫ്രീക്വൻറ്റ് കൂളിംഗ് ഓഫ് ദ വർക്ക്. ആ വർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കൂൾ ചെയ്യാനായിട്ട് മെഷീൻ ചെയ്യുന്ന ടൈമിൽ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റബിൾ വർക്ക് റെസ്റ്റ് ആർ പ്രൊവൈഡ് ഫോർ ബോത്ത് ദ വീൽസ് ടു സപ്പോർട്ട് ദ വർക്ക് വൈൽ ഗ്രൈൻഡിങ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വർക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൂൾ റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഫോർ ബോത്ത് ദ വീൽസ് ടു സപ്പോർട്ട് ദ വർക്ക് വൈൽ ഗ്രൈൻഡിങ്, ആ വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ദീസ് വർക്ക് റെസ്റ്റ് മസ്റ്റ് ബി സെറ്റ് വെരി ക്ലോസ് ടു ദ വീൽസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വീലുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണം. എക്സ്ട്രാ ഐ ഷീൽഡ്സ് ആർ ഓൾസോ പ്രൊവൈഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐസ്. അപ്പോൾ ഈ ഐ ഷീൽഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ചിപ്സ് ഒക്കെ കണ്ണിലോട്ട് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു പ്രൊട്ടക്ഷൻ്റെ ഫലമായിട്ടാണ് ഐ ഷീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്, പിന്നെ തേർഡ് മോഡ്യൂളിൽ നിന്ന് റീമർ നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, റീമർ, പിന്നെ റേഡിയസ് ഫില്ലറ്റ്, റേഡിയസ് ഓർ ഫില്ലറ്റ്, ഫീലർ ഗേജ്, ഒരു ചെറിയ ടോപ്പിക്കാണ്. റീമർ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ ഡെഫിനിഷനായിട്ടാണ്. നമുക്ക് ടൈം ഉണ്ടാകാൻ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോർത്ത് മോഡ്യൂളിലുള്ള പെൻഡിങ് സെഷൻസ് നോക്കാം. ആ സ്ലിപ്പ് ഗേജസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്ലിപ്പ് ഗേജസ്, അതുപോലെ തന്നെ കമ്പാരേറ്റർ. ഓക്കെ, നമുക്ക് കമ്പാരേറ്ററിൽ നിന്ന് തുടങ്ങാം അടുത്ത ക്ലാസ്. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കാണുന്നവരാരും തന്നെ ലൈക്കോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്.